ഹായ്, വെൽക്കം ടു IELTS മലയാളം വിത്ത് ശാലിനി ആൻഡ് ഫ്രീ ഇംഗ്ലീഷ് ഹബ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആ പേജില് ഗ്രാമർ സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാമർ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതിനകത്ത് നൗൺസ്, അതിന്റെ നമ്പർ, ജെൻഡർ, ടൈപ്സ് എല്ലാം പഠിക്കാം. അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കുട്ടിയാണെങ്കിലും ആരെയാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞു കൊടുത്തിട്ടാണ്. പാർട്സ് ഓഫ് സ്പീച്ച് നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, ആഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജെക്ഷൻ. ഇതിനകത്ത് ജസ്റ്റ് നൗൺ എന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നൗൺ എന്ന് പറയുന്നത് എ നൗൺ ഇസ് എ നെയിമിംഗ് വേർഡ്, നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ എ തിങ്. ഒരാളിന്റെയോ സ്ഥലത്തിന്റെയോ വസ്തുവിന്റെയോ പേരായ ശബ്ദത്തിനാണ് എന്ത് പറയുന്നത്? നൗൺ. ഇപ്പൊ രാം, പേഴ്സൺ; കേരള, പ്ലേസ്; ബുക്ക്, തിങ്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു ഐഡിയ, ഓണസ്റ്റി, ഇതെല്ലാം എന്തിനകത്ത് വരും? നൗൺസിനകത്ത് വരും. ഓക്കെ, ഇനി 5 ടൈപ്സ് ഓഫ് നൗൺസ് ഉണ്ട് ഇംഗ്ലീഷിൽ. ശരിക്കും നൗണിനെ ബേസിക്കലി രണ്ടായിട്ട് തിരിക്കാം: കോൺക്രീറ്റ് നൗൺ, അബ്സ്ട്രാക്ട് നൗൺ. കോൺക്രീറ്റ് നൗൺ എന്ന് പറഞ്ഞാൽ ദ നൗൺസ് വിച്ച് വി ക്യാൻ സീ ഓർ ടച്ച്, നമുക്ക് കാണാനോ തൊടാനോ പറ്റുന്ന നൗൺസ് കോൺക്രീറ്റ് നൗൺ. ദെൻ അബ്സ്ട്രാക്ട് നൗൺ, വി കനോട്ട് സീ ഓർ ടച്ച് ബട്ട് വി ക്യാൻ ഓൺലി ഫീൽ. ഈ കോൺക്രീറ്റ് നൗൺ എഗെയിൻ 4 ആയിട്ട് തിരിച്ച് പ്ലസ് അബ്സ്ട്രാക്ട് നൗൺ 5 ടൈപ്സ് നൗൺസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ 5 കൈൻഡ്സ് ഓഫ് നൗൺസ് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ പ്രോപ്പർ നൗൺ, എ സ്പെസിഫിക് നെയിം, ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിന്റെയോ പ്രത്യേക പേര്. എക്സാമ്പിൾ രവി, ഇന്ത്യ, ലണ്ടൻ, ഇതൊക്കെ എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പേരാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കോമൺ നൗൺ, ആ പേരിനകത്ത് തന്നെയുണ്ട് ഒരു ജനറൽ നെയിം. എ ജനറൽ നെയിം, സാധാരണയായിട്ടുള്ള ഒരു നാമമാണ് ഇത് കോമൺ നൗൺ. സാധാരണ പേരുകൾ, ബോയ്, ഗേൾ, സിറ്റി, ടീച്ചർ, ഇതൊക്കെ എന്താണ്? സാധാരണ നാമങ്ങൾ. ദെൻ കളക്റ്റീവ് നൗൺ, കളക്ഷൻ, എ ഗ്രൂപ്പ് ടേക്കൺ ആസ് വൺ, ഒന്നിച്ചുള്ള നാമങ്ങളുടെ കൂട്ടത്തെ സൂചിപ്പിക്കുന്നു. ഇപ്പൊ ടീം, ടീം ഓഫ് പ്ലേയേഴ്സ്; ഫാമിലി, ഓഫ് മെമ്പേഴ്സ്; ആർമി, then heap of stones; bunch of keys. അങ്ങനെ ഒരു കൂട്ടത്തെ കാണിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? കളക്റ്റീവ് നൗൺ. then മെറ്റീരിയൽ നൗൺ, നെയിംസ് ഓഫ് മെറ്റീരിയൽസ്; ഗോൾഡ്, സിൽവർ, അയൺ, ഇതെല്ലാം മെറ്റീരിയൽ നൗൺ. ലാസ്റ്റ് വൺ അബ്സ്ട്രാക്ട് നൗൺ. ഈ അബ്സ്ട്രാക്ട് നൗൺ നമുക്ക് കാണാനും തൊടാനും പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ. then ഫീലിംഗ്സ്, ക്വാളിറ്റീസ്, ഐഡിയാസ്, സ്റ്റേറ്റ്, ഇതെല്ലാമാണ് എന്ത്? അബ്സ്ട്രാക്ട് നൗൺ. കാണാൻ കഴിയാത്ത വികാരം, ഗുണം, അങ്ങനെയുള്ളതൊക്കെയാണ് അബ്സ്ട്രാക്ട് നൗണിനകത്ത് വരുന്നത്. ലവ്, ഓണസ്റ്റി, ബ്യൂട്ടി, ഇതെല്ലാം എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ. അപ്പൊ 5 തരത്തിലുള്ള നൗൺസ് ഉണ്ട്: പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, മെറ്റീരിയൽ നൗൺ, ദെൻ അബ്സ്ട്രാക്ട് നൗൺ. ഇനി ഇതിനകത്ത് ചില ഡിവൈസുകളുണ്ട്. ഒന്നാമത്തെ നമ്പർ. നിങ്ങൾക്കറിയാം, നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണമാണ്. നാമത്തിന് എണ്ണത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഏതാണ്? ഒരെണ്ണം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എണ്ണം. ഒരെണ്ണത്തിനെ കാണിക്കുന്ന എന്താണ്? സിംഗുലർ. ഒന്നിൽ കൂടുതൽ കാണിക്കുന്നത് പ്ലൂറൽ. അപ്പൊ സിംഗുലർ റെപ്രസെന്റ്സ് 1, പ്ലൂറൽ റെപ്രസെന്റ്സ് മോർ ദാൻ 1. ഇനി നമുക്കറിയാം, സാധാരണയായിട്ട് ഒരു നാമത്തിനോട് കൂടി SO ESO ചേർക്കുമ്പോഴാണ് 90% നാമത്തിന്റെ പ്ലൂറൽ നമുക്ക് കിട്ടുന്നത്. When we add S or ES to a noun, we get plural. Boy, boys; mango, mangoes. Okay. S ചേർക്കുമ്പോ book, books. Then ES ചേർക്കുമ്പോ bus, buses; box, boxes. ഇന്റേണൽ വവൽ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. man, men; tooth, teeth. Then വൈയിൽ അവസാനിക്കുന്ന വൈ മാറി IES ആകും. അതായത് വൈയിൽ അവസാനിക്കുന്ന നാമത്തിന് വൈക്ക് മുൻപ് കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ വൈ മാറി IES ആകും. വവ്വൽ ആണെങ്കിൽ സിംപ്ലി ആഡ് S. കോമൺ ആയിട്ട് അങ്ങനെ ഒരു റൂൾ പറയുന്നുണ്ട്. ഇപ്പൊ ലേഡി, LADY, ലേഡി മാറി എന്താകും? LADIES. ബേബി, BABY ആണ്. ആ ബി മാറി എന്താകും? BABIES. ഓക്കെ, അതേസമയത്ത് ബോയ്, ബോയ്സ്; ടോയ്, ടോയ്സ്. S സിംപ്ലി ആഡ് ചെയ്യുള്ളൂ. then irregular ഫോംസിൽ വരുന്നുണ്ട്. ചൈൽഡ്, ചിൽഡ്രൻ; ഓക്സ്, ഓക്സൻ. അങ്ങനെ പല തരത്തിൽ എന്തുണ്ടാക്കാം? സിംഗുലറിനെ പ്ലൂറലാക്കാം. ഓക്കെ,
Then gender, 4 types of genders ഉണ്ട്. നിങ്ങൾക്കറിയാം പുല്ലിംഗം, സ്ത്രീലിംഗം, മസ്കുലൈൻ, ഫെമിനൈൻ. ഇംഗ്ലീഷിലെ 2 ജെൻഡേഴ്സും കൂടെ ജസ്റ്റ് പറയുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാക്കി തരാം. മസ്കുലൈൻ ജെൻഡർ എന്ന് പറയുമ്പോൾ represents male, boy, man, king, etc. Feminine gender represents female, queen, girl, woman. Then common gender, we cannot say whether it is male or female, either male or female. ഇപ്പൊ ടീച്ചർ ആകാം, സാർ ആകാം. ചൈൽഡ് ആൺകുട്ടിയാകാം, പെൺകുട്ടിയാകാം. ബേബി, സ്റ്റുഡന്റ്, ഇതെല്ലാം എന്താണ്? കോമൺ ജെൻഡറിൽ വരുന്നു. ദെൻ ന്യൂട്രൽ ജെൻഡർ, നൈദർ മെയിൽ നോ ഫീമെയിൽ, ജീവനില്ലാത്ത, സ്പെസിഫിക്കലി നമുക്ക് പറയാം നോൺ ലിവിങ് തിങ്സ്, ടേബിൾ, പെൻ, ബുക്ക്, എക്സെട്ര. ഇപ്പൊ 4 ടൈപ്പ് ജെൻഡേഴ്സ്: മസ്കുലൈൻ, ഫെമിനൈൻ, കോമൺ, ന്യൂട്രൽ. ഓക്കെ, ഇപ്പൊ ഇന്ന് പഠിച്ച നമ്മള് നൗൺ എന്താണ്? നെയിമിംഗ് വേർഡ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നൗൺ, പ്രോപ്പർ, കോമൺ, കളക്റ്റീവ്, മെറ്റീരിയൽ, അബ്സ്ട്രാക്ട് നൗൺ. ദെൻ നമ്പർ, സിംഗുലർ, പ്ലൂറൽ, ജെൻഡർ, മസ്കുലൈൻ, ഫെമിനൈൻ, കോമൺ, ന്യൂട്രൽ ജെൻഡർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നൗണിനകത്ത് പഠിച്ചത്. വളരെ സിമ്പിൾ ആണ്. ഞാൻ ഇങ്ങനെ ഓരോ ടോപ്പിക്കും വളരെ സിമ്പിൾ ആയിട്ട് എടുത്തെടുത്ത് ക്ലാസ് എടുത്ത് തരാം. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചോളുക. ഓക്കെ, താങ്ക് യു.